കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ FX3 കില്ലർ ആയിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് ക്യാമറകൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ കാനോണിന്റെ C50നെ പറ്റിയിട്ടും നിക്കോണിന്റെ ZR-നെ പറ്റിയിട്ടും പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് കമന്റ് ബോക്സിൽ വന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ സോണി FX3നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവർക്കൊരു മോഡൽ ഇറക്കാൻ എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിരുന്നു. അതേപോലെ തന്നെ കുറെ പേര് നിക്കോൺ ZR-ന്റെ കുറച്ച് നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നും കൂടെ ചോദിച്ചിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി FX3 കില്ലർ ആയിട്ട് തന്നെ ഓൾറെഡി രണ്ട് ക്യാമറകൾ ലോഞ്ച് ചെയ്തിരുന്നു. അത് എന്തുകൊണ്ട് സക്സസ് ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇത് ലോഞ്ച് ചെയ്തിട്ട് വർഷങ്ങളായി. ഫസ്റ്റ് ക്യാമറ എന്ന് വെച്ചാൽ പാനസോണിക്കിന്റെ ലുമിക്സ് S1-ഉം S1H. ഇതിന് ഓൾറെഡി നല്ല വീഡിയോഗ്രാഫി കേപ്പബിലിറ്റി ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറ ആയിരുന്നു S1H എന്ന് പറഞ്ഞൊരു മോഡൽ. ഇതിന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 3 lakhs അടുത്ത് പ്രൈസ് ഉണ്ടായിരുന്നു. വിത്ത് കൂളിംഗ് ഫാനും എല്ലാം ബിൽഡിന് വരുന്ന ഒരു ക്യാമറയായിരുന്നു. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള S1 Mark II എന്ന് പറഞ്ഞൊരു മോഡൽ ഇപ്പോൾ കറന്റ് മാർക്കറ്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം 2.8 lakhs ഇപ്പോൾ പ്രൈസ് വരുന്നുണ്ട്. അതിനും ഇന്റേണൽ പ്രോഗ്രസ് റോ റെക്കോർഡിംഗും ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഓപ്പൺ ഗേറ്റ് എന്നുള്ളൊരു ഫീച്ചറും അതിനുണ്ട്. അതായത് നിക്കോൺ ZR-നും കാനോൺ C50ക്കും ഉള്ള ഓപ്പൺ ഗേറ്റ് എന്നുള്ള ഒരു ഫീച്ചർ ഈ പാനസോണിക്കിന്റെ ലുമിക്സിനും ഉണ്ട്. പിന്നെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റുന്ന സാധനമാണ് ബ്ലാക്ക് മാജിക്കിന്റെ പോക്കറ്റ് 6K 6K പ്രോയും. രണ്ടും പക്ക വീഡിയോ സെൻട്രിക് ആയിട്ടുള്ള ക്യാമറാസ് ആണ്. അതുകൊണ്ട് കൂടെ ആകാം അത് അത്ര മാർക്കറ്റിൽ ഒത്തിരി ആൾക്കാർ അങ്ങ് പർച്ചേസ് ചെയ്യാഞ്ഞത്. സെയിൽസ് നമ്പർ അത്രയ്ക്ക് ഹൈ അല്ലായിരുന്നു ബ്ലാക്ക് മാജിക്കിന്റെ പോക്കറ്റ് 6Kക്കും 6K പ്രോയ്ക്കും ഒക്കെ.